ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആവുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇൻവേഴ്സ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് the inverse of the conditional statement P implies Q is negation P implies negation Q. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു P implies Q, അതായത് if P then Q. P എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹൈപ്പോത്തിസിസ് ഓർ പ്രിമൈസ്. അതുപോലെ തന്നെ Q എന്ന് പറയുന്നത് കൺക്ലൂഷൻ. അപ്പോൾ if P then Q, P ഉണ്ടെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ Q എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതായത് Pയും Qയും ട്രൂ ആകുമ്പോൾ മാത്രമേ എന്തായിരിക്കുള്ളൂ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു P ഇംപ്ലൈസ് Q എന്നതിന് നെഗേഷൻ P, അതിന് മുമ്പ് എന്ത് നെഗേഷൻ കൊടുക്കും. അതായത് ആ ഒരു ട്രൂ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റും. നമുക്ക് അതിന്റെ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇത് ശ്രദ്ധിക്കുക, P ഇംപ്ലൈസ് Q എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവേഴ്സ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q എന്നായിരിക്കും. എ കണ്ടീഷണൽ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ആർ നോട്ട് ഇക്വലന്റ് ആസ് കുഡ് ബി സീൻ ഫ്രം ദ ട്രൂത്ത് ടേബിൾ. അതായത് ഈ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ അതിന്റെ ഇൻവേഴ്സും എന്തായിരിക്കില്ല? ഇക്വലന്റ് ആയിരിക്കില്ല. നമ്മൾ ട്രൂത്ത് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു Pയും Qയും ട്രൂ ആണെങ്കിൽ മാത്രമേ P ഇംപ്ലൈസ് Q ട്രൂ ആയിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ P ട്രൂവും അതുപോലെ തന്നെ Q ഫാൾസ് ആണെങ്കിൽ ആ ഒരു if P then Q എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് പറഞ്ഞു, അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ഫാൾസ് ആയിരിക്കും. അതായത് P ട്രൂവും അതുപോലെ തന്നെ Q ഫാൾസ് ആണെങ്കിൽ അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് P ഇംപ്ലൈസ് Q എന്ന് പറയുന്ന ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ഫാൾസ് ആയിരിക്കും. പിന്നെ അവസാനത്തെ രണ്ട് കേസ് എന്ന് പറയുന്നത് P ഫാൾസ് ആണ്. P ഫാൾസ് ആണെങ്കിൽ Qന്റെ ആ ഒരു ഏരിയ എന്തായിരിക്കണം? നമ്മൾ ട്രൂ ആണോ ഫാൾസ് ആണോ, വാട്ട് എവർ ട്രൂത്ത് വാല്യൂ ട്രൂ ഫാൾസ് ആയാലും അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും P ഇംപ്ലൈസ് Qന്റെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ട്രൂ ആയിരിക്കും. അപ്പോൾ മറ്റൊരു ഇൻവേഴ്സ് ഓഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാൽ നമുക്ക് കാണാം നെഗേഷൻ P എന്താണ്? ഫസ്റ്റത്തെ കോളത്തിലെ എന്ത് ചെയ്ത് P എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ നെഗേഷൻ P ആകുമ്പോൾ എന്തായിരിക്കും? ട്രൂ ഫാൾസ് ആയിരിക്കും. അതുപോലെ Q എന്തായിരിക്കും? ട്രൂ ഉള്ളത്. നെഗേഷൻ Q എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. രണ്ട് ഫാൾസും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ എന്താണ്? അത് ട്രൂ ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ റോയിലേക്ക് വന്നാൽ P എന്ന് പറയുന്നത് ട്രൂവും നെഗേഷൻ P ആകുമ്പോൾ അതെന്തായിരിക്കും? ഫാൾസ് ആകും. Q എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. അത് നെഗേഷൻ Q ആകുമ്പോൾ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഫാൾസും ട്രൂവും, അതായത് നെഗേഷൻ P ആ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ Pന്റെ ഭാഗം ഹൈപ്പോത്തസിസ് അല്ല പ്രിമൈസിന്റെ ഭാഗം ഫാൾസ് ആണെങ്കിൽ മറ്റു ഭാഗം എന്ത് ചെയ്യേണ്ട? കൺക്ലൂഷന്റെ ഭാഗം ട്രൂ ആണോ ഫാൾസ് ആണോ, ട്രൂത്ത് വാല്യൂ ഏതാണെങ്കിലും അതിന്റെ കണ്ടീഷൻ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ട്രൂ ആയിരിക്കും. അപ്പോൾ ഫാൾസും ട്രൂവും വന്നാൽ നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q എന്ന് പറയുന്നതായിരിക്കും ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ തേർഡ് റോയിൽ വന്നാൽ നെഗേഷൻ P ട്രൂ, അതുപോലെ തന്നെ നെഗേഷൻ Q ഫാൾസ്. നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q എന്ന് പറയുന്നതായിരിക്കും ഫാൾസ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടും നെഗേഷൻ Pയും നെഗേഷൻ Qയും ട്രൂ ആണെങ്കിൽ അതെന്തായിരിക്കും? നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q എന്ന് പറയുന്നതായിരിക്കും ട്രൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇൻവേഴ്സ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന് നേരെ ഓപ്പോസിറ്റ് P ഇംപ്ലൈസ് Q എന്താവും? നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q എന്നാവും. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റും ഇൻവേഴ്സ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റും ഇക്വലന്റ് അല്ല എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. നമുക്ക് അതിന്റെ എക്സാമ്പിളുകളിലേക്ക് പോകാം. എക്സാമ്പിൾസിൽ നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇഫ് ടുഡേ ഈസ് ഫ്രൈഡേ ദെൻ 2 + 3 = 5. അപ്പോൾ ഇഫ് ടുഡേ ഈസ് ഫ്രൈഡേ, അപ്പോൾ ആ ഒരു കേസിൽ വരികയാണെങ്കിൽ P എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ടുഡേ ഈസ് ഫ്രൈഡേ. ടുഡേ ഈസ് ഫ്രൈഡേ എന്താണ് P എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Q എന്ന് പറയുന്നത് 2 + 3 = 5 എന്നാണ്. അപ്പോൾ അതിന്റെ നെഗേഷൻ P ആവുമ്പോൾ എന്തായിരിക്കും? ഇഫ് ടുഡേ ഈസ് നോട്ട് ഫ്രൈഡേ then 2 + 3 ≠ 5. അത് രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ആഡ് ചെയ്യണം. ഒരു പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കും. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തായിരിക്കും? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കും. ഇതാണ് നെഗേഷൻ എന്ന് പറയുന്ന സംഭവം. രണ്ടാമത്തെ ആ നെഗേഷന്റെ വീഡിയോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ആ നെഗേഷന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് നോക്കിയാൽ ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ ഐ വിൽ സ്കീ ടുമാറോ. ഈ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് P ഇംപ്ലൈസ് Qനെ നെഗേഷൻ P ഇംപ്ലൈസ് നെഗേഷൻ Q എന്ന് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? ഇഫ് ഇറ്റ് ഡസ് നോട്ട് സ്നോ ടുഡേ ഐ വിൽ നോട്ട് സ്കീ ടുമാറോ. സ്കീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കീയിങ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്നോന്റെ മുകളിലൂടെ ട്രാവൽ ചെയ്യുന്നതിനാണ് സ്കീ അല്ലെങ്കിൽ സ്കീയിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതിൽ ഇഫ് P ഈസ് എ സ്ക്വയർ ദെൻ P ഈസ് എ റെക്ടാങ്കിൾ. ആ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ഓഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിൽ മാറ്റുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതിന്റെ മുമ്പിലേക്ക് നെഗേഷൻ ആഡ് ചെയ്യും. അങ്ങനെ നെഗേഷൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് P ഈസ് എ സ്ക്വയർ ദെൻ P ഈസ് എ റെക്ടാങ്കിൾ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോട്ട് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇഫ് P ഈസ് നോട്ട് എ സ്ക്വയർ ദെൻ P ഈസ് നോട്ട് എ റെക്ടാങ്കിൾ. നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇഫ് മൈ കാർ ഈസ് ഇൻ ദ റിപ്പയർ ഷോപ്പ് ദെൻ ഐ കനോട്ട് ഗെറ്റ് ടു ദി ക്ലാസ്. ഐ കനോട്ട് ഗെറ്റ് ടു ക്ലാസ്. അവർ തന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ ഇൻവേഴ്സ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇഫ് മൈ കാർ ഈസ് നോട്ട് ഇൻ ദ റിപ്പയർ ഷോപ്പ് ദെൻ ഐ ഷാൾ ഗെറ്റ് ടു ദ ക്ലാസ്.
അതായത് ക്യൂവിൽ എന്താണ് ഐ കനോട്ട് ഗെറ്റ് ടു ക്ലാസ് ആണ്, അത് നെഗേഷൻ ക്യൂ ആക്കി മാറ്റി ഇവിടെ എന്ത് ഉപയോഗിച്ചു നെഗേഷൻ ക്യൂ, ദെൻ ഐ ഷാൾ ഗെറ്റ് ടു ക്ലാസ്. ഫസ്റ്റ് പിയിൽ എന്തായത് നോട്ട് ആഡ് ചെയ്ത്, അതുപോലെ തന്നെ ക്യൂവിൽ എന്തായത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. നാലാമത്തിൽ നോട്ടുള്ളത് ഉണ്ടായത് അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, അതിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റി, അതായത് നോട്ട് ഒഴിവാക്കിയിട്ട് എന്തായത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്, അതിനെ ട്രൂ ആക്കുക, ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും ഫാൾസ് ആക്കുക. അതാണ് നെഗേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ആ നെഗേഷൻ്റെ വീഡിയോ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് അതും കൂടി എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. മറ്റൊരു ടോപ്പിക്കാണ് കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഓരോന്നാണ്. കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ എന്നാണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഇഫ് പി ദെൻ ക്യൂ എന്നാണ്. അപ്പോൾ കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നേരെ തിരിച്ചിട്ടുള്ളതായിരിക്കും. അതായത് ഇഫ് ക്യൂ ദെൻ പി, ഇഫ് ക്യൂ ദെൻ പി, അതിന് നമുക്ക് എന്ത് ചെയ്യാം ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയാം. അതായത് ശ്രദ്ധിക്കേണ്ടത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ആണ്. കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി. അതായത് ഇഫ് പി ദെൻ ക്യൂ എന്നുള്ളതിനെ ഇഫ് ക്യൂ ദെൻ പി എന്നായിരിക്കും. അപ്പോൾ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ കണ്ടീഷണൽ ആൻഡ് ഇറ്റ്സ് കോൺവേഴ്സ് ആർ നോട്ട് ഇക്വലന്റ്, ദാറ്റ് ഈസ് നോട്ട് എ കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേറ്റർ. അതെന്താണ്? രണ്ടും എന്തായിരിക്കില്ല, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് ടേബിളിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂസും അതുപോലെ തന്നെ കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂസ് എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല, അത് ഇക്വലൻ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നേരെ ട്രൂത്ത് ടേബിളിലേക്ക് പോകാം. ട്രൂത്ത് ടേബിളിലേക്ക് പോയാൽ നമുക്കറിയാം പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്യൂ ഇംപ്ലൈസ് പിയിലേക്ക് പോകാം. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. അതായത് ഫസ്റ്റ് റോയിൽ പറയുന്നത് പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂ ഇംപ്ലൈസ് പി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. കാരണം എന്താണ്? ക്യൂവും പിയും എന്താണ്? ട്രൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഹൈപ്പോത്തസിസ് ആണ്. പി എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷൻ ആണ്. അതായത് ക്യൂ ഇംപ്ലൈസ് പിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്യൂ ഇംപ്ലൈസ് പിയിൽ ക്യൂ എന്താണ്? ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷനുമാണ്. ഒന്നാമത്തെ കേസിൽ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഒന്നാമത്തെ ഇതിൽ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്, പി എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കും. ഇനി രണ്ടാമത്തെ റോയിലേക്ക് വരികയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാൾസ് ആണ്. നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തസിസ് ഫാൾസ് ആണെങ്കിൽ, കണ്ടീഷൻ ഇവൻറ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഹൈപ്പോത്തസിസ് ഫാൾസ് ആണെങ്കിൽ അതിന് വേണ്ട കൺക്ലൂഷൻ എന്തായിരിക്കും? കൺക്ലൂഷന് ഏത് വാല്യൂസ് ആണെങ്കിലും ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട. അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ടാമത്തെ റോയിൽ ക്യൂ ഫാൾസും അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് ട്രൂ ആണ്. അങ്ങനെ ആകുമ്പോൾ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്. കാരണം എന്താണ്? ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഇംപ്ലൈസ് പിയിൽ ക്യൂ എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് ആണ്. അങ്ങനെ ഹൈപ്പോത്തസിസ് ഫാൾസ് ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടല്ല. അവിടെ കൃത്യമായിട്ട് ക്യൂ എന്നല്ലെങ്കിൽ ഹൈപ്പോത്തസിസ്, ക്യൂ ഇംപ്ലൈസ് പിയിലെ ക്യൂ ഹൈപ്പോത്തസിസ് ഫാൾസ് ആണെങ്കിൽ മറ്റുള്ള വാല്യൂ ട്രൂത്ത് വാല്യൂ ട്രൂ ഓ ഫാൾസ് ആണെങ്കിലും അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ക്യൂ ഇംപ്ലൈസ് പിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി മൂന്നാമത്തെ റോയിലേക്ക് വരികയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ട്രൂവും അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് ഫാൾസ് ആണെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി, അതായത് ഇഫ് ടി ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ഇഫ് ക്യൂ ദെൻ പി അങ്ങനെയാണ് ഉണ്ടാവുക. ഇഫ് ക്യൂ ദെൻ പി, ക്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പി ഉണ്ടാവുകയുള്ളൂ. ആ ഒരു കേസിൽ ക്യൂ എന്ന് പറയുന്നത് ട്രൂവും അതായത് ഹൈപ്പോത്തസിസ് ട്രൂവും അതുപോലെ തന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഫാൾസും ആണെങ്കിൽ ആ ഒരു കോൺവേഴ്സ് ഓഫ് കണ്ടീഷൻ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ഫാൾസ് ആയിരിക്കും. അതുപോലെ തന്നെ നാലാമത്തെ റോയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാം ക്യൂവും അതുപോലെ തന്നെ പിയും ഫാൾസ് ആണ്. രണ്ടും ഫാൾസ് ആണെങ്കിൽ നമുക്കറിയാം. അതായത് ക്യൂ ഫാൾസ് ആണെങ്കിൽ നമുക്കറിയാം എന്ത്? ക്യൂ ഇംപ്ലൈസ് പിയിലെ ക്യൂ എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് ഫാൾസ് ആണെങ്കിൽ മറ്റുള്ള കൺസിഡർ ചെയ്യേണ്ടത് മുകളിലുള്ള റോയിലുള്ള പറഞ്ഞപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ എന്താണ്? ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. അതുകൊണ്ട് എന്താണ്? ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം. എക്സാമ്പിൾ 1, ഇഫ് ടുഡേ ഈസ് ഫ്രൈഡേ ദെൻ 2 + 3 = 5. പി എന്ന് പറയുന്നത് എന്താണ്? ടുഡേ ഈസ് ഫ്രൈഡേ, ക്യൂ എന്ന് പറയുന്നത് 2 + 3 = 5. നമ്മൾ എന്ത് ചെയ്യണം? നേരെ തിരിച്ചിട്ടാണ് ക്യൂ ഇംപ്ലൈസ് പിയിലേക്ക് മാറ്റാണ്. ഇഫ് 2 + 3 = 5 ദെൻ ടുഡേ ഈസ് ഫ്രൈഡേ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ ഐ വിൽ സ്കീ ടുമാറോ. ഇനി ആ ഒരു സെൻറ്റൻസിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാണ്? നേരെ തിരിച്ചിട്ടാണ്. അതായത് ക്യൂ ഇംപ്ലൈസ് പിയിലേക്ക് മാറ്റാണ്. ഐ വിൽ സ്കീ ടുമാറോ ഓൺലി ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ. മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകുകയാണെങ്കിൽ ഇഫ് പി ഈസ് എ സ്ക്വയർ ദെൻ പി ഈസ് എ റെക്ടാങ്കിൾ. ക്യൂവിനെ ആദ്യത്തിലേക്ക് കൊണ്ടുവരാണ്. ഇഫ് പി ഈസ് എ റെക്ടാങ്കിൾ ദെൻ പി ഈസ് എ സ്ക്വയർ. നാലാമത്തെ എക്സാമ്പിൾ ഇഫ് മൈ കാർ ഈസ് ഇൻ ദ റിപ്പയർ ഷോപ്പ് ദെൻ ഐ കനോട്ട് ഗെറ്റ് ടു ക്ലാസ്. പി എന്ന് പറയുന്നത് എന്താണ്? മൈ കാർ ഈസ് ഇൻ ദ റിപ്പയർ ഷോപ്പ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഐ കനോട്ട് ഗെറ്റ് ടു ക്ലാസ്. ഇതിനെന്താണ്? ക്യൂ ഇംപ്ലൈസ് പിയിലേക്ക് മാറ്റാണ്. ഇഫ് ഐ കനോട്ട് ഗെറ്റ് ടു ദ ക്ലാസ് ദെൻ മൈ കാർ ഈസ് ഇൻ ദ റിപ്പയർ ഷോപ്പ്. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോൺട്രാപോസിറ്റീവ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. കോൺട്രാപോസിറ്റീവ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പി ഇംപ്ലൈസ് ക്യൂ ആണ്. അപ്പോൾ കോൺട്രാപോസിറ്റീവ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ആണ്. നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ആണ് എന്ത്? ഇൻവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാപോസിറ്റീവ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ
കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുകളിൽ, അതായത് ക്യൂ ഇംപ്ലൈസ് പിൻ്റെ രണ്ടിലും എന്താണ് ക്യൂ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കാണാം നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് എന്താണ് ഇൻവേഴ്സ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് എന്താണ് കോൺട്രാ പോസിറ്റീവ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് കോൺവേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ് നെഗേഷൻ കൊടുക്കുകയാണ്. അതാണ് എന്ത് കോൺട്രാ പോസിറ്റീവ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ, കോൺട്രാ പോസിറ്റീവ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. നമുക്ക് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഈസ് കോൺട്രാ പോസിറ്റീവ്സ് ആർ ഇക്വലൻറ്റ്. അതായത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എ കണ്ടീഷണൽ ആൻഡ് ഈസ് കോൺട്രാ പോസിറ്റീവ്സ് ആർ ഇക്വലൻറ്റ്. നമ്മൾ പറഞ്ഞു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റും ഇൻവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇക്വലൻ്റ് അല്ല. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റും കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ഇക്വലൻ്റ് അല്ല. പക്ഷേ എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ കോൺട്രാ പോസിറ്റീവ്സ് എന്താണ് ഇക്വലൻ്റ് ആണ് എന്നുള്ളത് എന്താ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് നമുക്ക് പോകാം. ഇഫ് ടുഡേ ഈസ് ഫ്രൈഡേ ദെൻ 2 + 3 = 5. അപ്പോൾ അതിനെ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂയിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇഫ് 2 + 3 not equal to 5, if 2 + 3 not equal to 5 then today is not Friday. രണ്ടാമത്തെ എക്സാമ്പിൾ ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ ഐ വിൽ സ്കീ ടുമാറോ. അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് ഐ വിൽ നോട്ട് സ്കീ ടുമാറോ ഓൺലി ഇഫ് ഇറ്റ് ഡസ് നോട്ട് സ്നോ ടുഡേ. മൂന്നാമത്തെ എക്സാമ്പിൾ ഇഫ് പി ഈസ് എ സ്ക്വയർ ദെൻ പി ഈസ് എ റെക്ടാങ്കിൾ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പി എന്ന് പറയുന്നത് എന്താണ് പി ഈസ് എ സ്ക്വയർ, ക്യൂ എന്ന് പറയുന്നത് എന്താണ് പി ഈസ് എ റെക്ടാങ്കിൾ. പി ഇംപ്ലൈസ് ക്യൂ ആണ് തന്നിരിക്കുന്നത്. ഇഫ് പി ഈസ് എ സ്ക്വയർ ദെൻ പി ഈസ് എ റെക്ടാങ്കിൾ. ഇത് നമ്മൾ എന്താണ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്താണ് പി ഈസ് എ റെക്ടാങ്കിൾ. അപ്പോൾ നെഗേഷൻ ക്യൂ ആകുമ്പോൾ എന്തായിരിക്കും ഇഫ് പി ഈസ് നോട്ട് എ റെക്ടാങ്കിൾ ദെൻ പി ഈസ് എ സ്ക്വയർ ആണ് പി എന്ന് പറയുന്നത്. നെഗേഷൻ പി ആകുമ്പോൾ എന്തായിരിക്കും ദെൻ പി ഈസ് നോട്ട് എ സ്ക്വയർ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എങ്ങനെ എന്തായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും ഉണ്ടാകുക? ഇഫ് പി ഈസ് നോട്ട് എ റെക്ടാങ്കിൾ ദെൻ പി ഈസ് നോട്ട് എ സ്ക്വയർ. നാലാമത്തെ എക്സാമ്പിളിലേക്ക് നോക്കാം. ഇഫ് മൈ കാർ ഈസ് ഇൻ ദ റിപ്പയർ ഷോപ്പ് ദെൻ ഐ കനോട്ട് ഗെറ്റ് ടു ദ ക്ലാസ്. അതിൻ്റെ കോൺട്രാ പോസിറ്റീവ് ഓഫ് എ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരിക? ഇഫ് ഐ ഗെറ്റ് ടു ദ ക്ലാസ് ദെൻ മൈ കാർ ഈസ് നോട്ട് ഇൻ ദ റിപ്പയർ ഷോപ്പ്. നമ്മൾ പറഞ്ഞു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ കോൺട്രാ പോസിറ്റീവ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇക്വലൻ്റ് ആണ്. അത് ഇക്വലൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കോൺട്രാ പോസിറ്റീവ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ട്രൂത്ത് ടേബിൾ എന്തായിരിക്കും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ട്രൂത്ത് ടേബിൾ ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോൺവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കോൺട്രാ പോസിറ്റീവ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സാമ്പിൾ വഴി ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഓക്കെ.